നമ്മളൊക്കെ ഈ പലപ്പോഴും മറ്റ് നാടുകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമുക്ക് പഠിക്കാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിലേക്കൊക്കെ ഒരുപാട് നഴ്സുമാരും ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ ഉപരിപഠനത്തിനായി പോകാറുണ്ട്, അവിടുത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ. അപ്പോഴൊക്കെ ജർമ്മൻ ഭാഷ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു വെല്ലുവിളിയാകാറുണ്ട്. അവിടെ പോയി പഠിക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുറച്ച് അറ്റവും മുറിയൊക്കെ പഠിച്ചിട്ട് പോകേണ്ടി വരാറുണ്ട്. കാരണം ചിലവേറിയതാണ് ഈ ഭാഷാ പഠനം എന്ന് പറയുന്നത്. എന്നാൽ ഇനി അങ്ങനെ ചിലവേറില്ല എന്നാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷാ പഠനം ആയാസരഹിതമാക്കുകയാണ് വേ ടു ജർമ്മനി എന്ന പേരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടം. ഇതിനോടകം നിരവധി പേരാണ് വേ ടു ജർമ്മനി വഴി ജോലി ആവശ്യാർത്ഥം ജർമ്മനിയിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഇനി അതുമല്ല, ഏജൻറ്റുമാർ വഴി സീറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ എക്സാം ഫീസിനേക്കാൾ ഇരട്ടിയാണ് അവരുടെ കമ്മീഷൻ. അത്രയും പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള സാമ്പത്തികം എനിക്കില്ല. വിദേശത്ത് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അധികം ആളുകളും ജർമ്മനിയാണ് ഒന്നാം സ്ഥാനത്തു കാണുന്ന രാജ്യം. സാമ്പത്തിക ലാഭം തന്നെയാണ് അതിന്റെ കാരണവും. എന്നാൽ പണച്ചിലവേറിയ ജർമ്മൻ പഠനത്തെ ആയാസരഹിതമാക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. തനിക്കുണ്ടായ അനുഭവത്തിലൂടെയാണ് വേ ടു ജർമ്മനി സിഇഒ ആൻഡോ ജെയിംസ് ഇത്തരമൊരു സംരംഭത്തിലേക്ക് കടന്നത്. അവർക്ക് എക്സാം എഴുതാനായിട്ട് ഒരു സ്ലോട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ടൊരു പഠിച്ചിറങ്ങിയതിനു ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് അവർക്ക് എക്സാം എഴുതാനായിട്ടൊരു സീറ്റ് കിട്ടുന്നത്. കാനഡ ആണെങ്കിലും UK ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും വേറെ ഏത് കൺട്രിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപയെങ്കിലും ആകും. അതേസമയം ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകണമെങ്കിൽ മാക്സിമം 5 ലക്ഷം രൂപയാകത്തുള്ളൂ. കൂടാതെ കുട്ടികൾ ചെല്ലുന്ന ആ മാസം തൊട്ട് അവർക്ക് 1 ലക്ഷം രൂപ അടുത്തോളം സ്റ്റൈഫൻഡും കിട്ടും. ഇത്രയും കുട്ടികൾ പഠിക്കാൻ വന്നതുകൊണ്ട് തന്നെ എക്സാം സീറ്റ്സ് അതനുസരിച്ച് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര റഷായി വന്നു. 23 തുടക്കമൊക്കെ ആയപ്പോൾ നമുക്ക് മാക്സിമം 500 രൂപയ്ക്ക് ഉള്ളതാണ് ബുക്ക് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ ഏകദേശം 5000 മുതൽ 30,000 രൂപ വരെയാണ് ബുക്കിംഗ് ഫീസ് മാത്രം വരിക. എല്ലാ കുട്ടികളും പ്രിഫർ ചെയ്യുന്നത് ഗോയിറ്റ എക്സാം ആണ്. കാരണം വേറൊന്നുമല്ല, ഗോയിറ്റയിലാണെങ്കിൽ അവർക്ക് അറ്റ് എ ടൈം ഇപ്പൊ ഫുൾ മൊഡ്യൂൾ ഒറ്റ തവണ എഴുതിയെങ്കിലും അറ്റ് എ ടൈം അവർ ഒരു മൊഡ്യൂൾ പാസ്സായെങ്കിൽ ആ ഒരു മൊഡ്യൂൾ പിന്നെ എഴുതണ്ട, ബാക്കി 3 മൊഡ്യൂൾ എഴുതിയാൽ മതി. A1 മുതൽ C2 വരെയുള്ള ഘട്ടങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനുമായാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ കോഴ്സും ഇവർ നൽകുന്നുണ്ട്. ഇവിടുന്ന് പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തു, എക്സാം പ്രിപ്പറേഷൻ കോഴ്സ്. അത് വേറൊന്നിനുമല്ല, അതായത് ഞാൻ പറഞ്ഞ തന്നെ B2 പഠിച്ചു കഴിഞ്ഞ ഒരു കൊച്ചിന് എക്സാം സീറ്റ് കിട്ടുന്നത് കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 3 അല്ലെങ്കിൽ 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അത്ര ഒരു ഗ്യാപ്പ് വരുമ്പോൾ തന്നെ അവർ കംപ്ലീറ്റ് കോഴ്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് അവർ പഠിച്ച കാര്യങ്ങളുടെ ഒരു ടച്ച് വിട്ടുപോകും. അവർക്ക് പിന്നെ അത് കവറപ്പ് ചെയ്യുക, അതായത് ഒരു എക്സാം സീറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ അവർക്ക് B2 കംപ്ലീറ്റ് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സാം തോറ്റു പോവാണ്. സോ ഞങ്ങൾ B2 ക്രാഷ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ, അതായത് ഈ പറഞ്ഞതുകൊണ്ട് തന്നെ B2 ഓൾറെഡി കഴിഞ്ഞു വന്നാൽ ഇതുവരെ എക്സാം സീറ്റ് കിട്ടിയിട്ടില്ല, 2-3 മാസമായിട്ട് ഇതുവരെ എക്സാം സീറ്റ് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് പിന്നെയും സ്വയമായിട്ട് കവർ ചെയ്യാനായിട്ട് പാടായിരിക്കും. സോ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കംപ്ലീറ്റ് ഗ്രാമർ സെക്ഷൻസ് മുതൽ കംപ്ലീറ്റ് എക്സാം ഇതിലേക്ക് അഡ്വാൻസ് ലെവലിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മളെ ഇവിടുന്ന് അവരെ ട്രെയിൻ ചെയ്യുന്നു. പരീക്ഷയ്ക്ക് സീറ്റ് ബുക്ക് ചെയ്യുന്നതും വേ ടു ജർമ്മനിയാണ്. കൂടാതെ നമ്മൾ വഴി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും, അതായത് ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അവർക്ക് എക്സാമിനൊരു സീറ്റ് കിട്ടുന്നോണം വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ ബുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം അവർക്ക് പാസിംഗ് റേറ്റ് കൂടും. പിന്നെ സീറ്റ് പുറത്ത്, അതായത് ഈ പറഞ്ഞ പോലെ വെളിയിൽ ചെന്നിട്ട് 5000 മുതൽ 30,000 രൂപ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഞങ്ങൾ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മാക്സിമം ഇവിടെ തന്നെ ബുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കും. ഇതിനോടകം തന്നെ 300-ലധികം പേരാണ് ജോലി ആവശ്യാർത്ഥവും വിദ്യാഭ്യാസ ആവശ്യത്തിനായും നോർക്കയുടെ സഹായത്തോടെ ജർമ്മനിയിലേക്ക് എത്തിയത്. നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇവർ പറ്റുന്ന അത്രയും നമ്മൾക്ക് സീറ്റുകൾ എടുത്തു തരാനായിട്ട് ശ്രമിക്കും. എനിക്ക് തന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇവർ സീറ്റ്സ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ചിലവ് കുറഞ്ഞ പഠനരീതി എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനപ്രദമാണ് വേ ടു ജർമ്മനി. കോട്ടയത്ത് മാത്രമുണ്ടായിരുന്ന ഓഫ്ലൈൻ ക്ലാസ് തിരുവനന്തപുരത്തും ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ടീം വേ ടു ജർമ്മനി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.